Stories of marketing in touch with positive people. പവർ ഓഫ് റീറ്റെയിലർ 60ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. നമസ്കാരം. ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ തൻ്റെ സ്റ്റാഫിനെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസുകൾ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്ന റെസ്പോൺസിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ ഈ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നിമിഷം, റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന വ്യക്തി ഉറപ്പായിട്ടും ആ റീറ്റെയിൽ ഷോപ്പിൽ ഇരിക്കാൻ ശ്രമിക്കണം എന്നുള്ള റിയാലിറ്റി ആദ്യമേ പറഞ്ഞു വയ്ക്കണം. ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിന് ഒരു ഫിറ്റായ വ്യക്തി ആണെന്ന് പറയാൻ സാധിക്കില്ല. ഈ മാസം സെപ്റ്റംബർ 2025, ഈ സെപ്റ്റംബർ 30 നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ എത്ര സ്റ്റോക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ട്? 1000 പ്രോഡക്റ്റുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ 1000 പ്രോഡക്റ്റിൽ 750 പ്രോഡക്റ്റ് സെപ്റ്റംബർ 30 ആയപ്പോൾ വിറ്റ് പോയിട്ടുണ്ട്. ബാക്കി 250 പ്രോഡക്റ്റ് സ്റ്റോക്ക് അവിടെ ഉണ്ടാകണം. ആ സ്റ്റോക്ക് നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ട് തന്നെ കൗണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു വയ്ക്കണം. അങ്ങനെ ഒരു കൃത്യത, അക്യുറസി നിങ്ങളുടെ ഭാഗത്തു നിന്നും, റീറ്റെയിലറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ, കാരണം ഒരു സ്റ്റോക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഓണർ അത് കണ്ടുപിടിക്കും എന്നുള്ള ധാരണ അവർക്ക് വരുമ്പോൾ, ഒരു 90% സ്റ്റാഫുകളും നല്ല വ്യക്തികളാണ്. സ്റ്റാഫുകൾ നല്ല വ്യക്തികളാണ്. വളരെ കുറച്ച് ആൾക്കാരാണ് വളരെ മോശമായി ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. കംപ്ലൈൻറ്റ് വരുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടാകാം. ഈ കംപ്ലൈൻറ്റ് വന്ന പ്രോഡക്റ്റുകൾ ഒരു ഫുള്ളി കംപ്ലൈൻ്റ് ആയിരിക്കില്ല, സെമി കംപ്ലൈൻ്റ് ആയിരിക്കും. ആ കംപ്ലൈൻറ്റ് വരുന്ന പ്രോഡക്റ്റുകൾ എത്ര എണ്ണം ഷോപ്പിലുണ്ട്, അത് എന്ത് പ്രശ്നങ്ങൾ കൊണ്ട് അത് കൊടുക്കാൻ സാധിക്കാതെ വന്നു, അതിൻ്റെ കൃത്യമായ ക്വാണ്ടിറ്റി ആ ഷോപ്പിൻ്റെ ഓണർ ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അത് തിരിച്ച് ആ ഡിസ്ട്രിബ്യൂട്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടോ റീപ്ലേസിന് വേണ്ടി, അല്ലെങ്കിൽ തിരിച്ച് കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ടോ റീപ്ലേസിന് വേണ്ടി, അത് തിരിച്ച് വന്നിട്ടുണ്ടോ, അത് കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ എവിടെ, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ സൈൻ ചെയ്ത് അതിൻ്റെ പേപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടോ, ഡോക്യുമെൻ്റ് വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ, ആ തിരിച്ചയച്ച സാധനം കൃത്യമായി റീറ്റെയിൽ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നോളജ് ഒരു ഷോപ്പിൻ്റെ ഓണർക്ക്, പുതുതായിട്ട് തുടങ്ങുന്ന ഒരു ഷോപ്പിൻ്റെ ഓണർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ ആ ഒരു സെമി കംപ്ലൈൻറ്റ് വന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ആ സ്റ്റാഫുകൾ, ചില ആൾക്കാർ 100-ൽ 10% വരുന്ന ആൾക്കാർ ചിലപ്പോൾ അതെടുത്ത് മറിച്ച് വേറെ ഏതെങ്കിലും കസ്റ്റമർക്ക് വിറ്റു എന്ന് വരാം. അങ്ങനെയുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള വളരെ റയറായിട്ടുള്ള സംഭവങ്ങളിലും ഒരു റീറ്റെയിലർ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഷോപ്പ് വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ കൊടുക്കുന്ന ഓരോ പ്രോഡക്റ്റിനും കൃത്യമായ ബില്ലിംഗ് സിസ്റ്റം, ബില്ല് എൻ്റർ ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കുക. ഇൻ കേസ് അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ആ റീറ്റെയിലർ ഷോപ്പിൻ്റെ ഓണർ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്ര വിറ്റു, ഇന്ന് ഇതിന് ബില്ല് പോയിട്ടില്ല, ഇത്ര വിറ്റു. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കാൻ, കാരണം എന്നാലാണ് നമുക്ക് എത്ര വിറ്റു, എത്ര പ്രോഡക്റ്റ് ബാക്കിയുണ്ട് എന്നറിയുന്നത്. ബില്ലടിക്കാൻ പറ്റാതെ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു, അന്ന് ബില്ല് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ അപ്ഡേഷൻ പോലെ തന്നെ ആ സോഫ്റ്റ്വെയർ വർക്കാവുന്നില്ല, ബില്ല് അടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ, അങ്ങനെയൊരു സാഹചര്യത്തിൽ ആ ബിൽ എമൗണ്ട് കൃത്യമായി എത്ര സെയിൽ നടത്തി എന്ന് കൃത്യമായിട്ട് എൻ്റർ ചെയ്തൊരു നോട്ട്ബുക്കിലോ മറ്റോ വച്ച ശേഷം ലാസ്റ്റ് ക്യാഷ് ക്ലോസ് ചെയ്യാൻ നേരത്ത്, വൈകുന്നേരം ക്യാഷ് ക്ലോസ് ചെയ്യാൻ നേരത്ത് അതുകൂടി ആഡ് ചെയ്തിട്ട് എത്ര എമൗണ്ടിന് വിറ്റിട്ടുണ്ടെന്ന്, ബില്ലടിക്കാതെ സിസ്റ്റത്തിന് ഇറർ വന്നുകൊണ്ട് ബില്ലടിക്കാതെ വന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയുണ്ട്, അത് അതിനുശേഷം ബില്ലടിക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറ്റുകയോ, അങ്ങനെ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആക്യുറേറ്റായിട്ട് കൊണ്ടുപോകാൻ റീറ്റെയിൽ ഷോപ്പുകാരൻ ഒരു മുൻകരുതൽ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ, നമ്മുടെ ഷോപ്പിൽ അത്രമാത്രം പൈസയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന വ്യക്തികളാണെന്ന് ഈ സ്റ്റാഫുകൾക്ക് ബോധ്യപ്പെട്ടാൽ
പിന്നെ അവിടെ വലിയ കാര്യമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. വളരെയധികം അലസമായിട്ട് എല്ലാവരെയും വിശ്വസിച്ച് എല്ലാം ഏൽപ്പിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ കണ്ണ് എത്തേണ്ടിടത്ത് എത്തണം, നമ്മുടെ കാത് എത്തേണ്ടിടത്ത് കേൾക്കണം, നമ്മുടെ ബോഡി ലാംഗ്വേജ് പല രീതിയിൽ ആ ഷോപ്പിന്റെ ഭാഗമായിട്ട് മാറാൻ സാധിക്കണം. ഏതൊക്കെ പ്രോഡക്റ്റ് എവിടേക്ക് ഇരിക്കുന്നു, അത് അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതിനുള്ള ഒരു കാര്യക്ഷമത ആ റീറ്റെയിലറിന്റെ ഓണർക്ക് കൂടി ഉണ്ടായിരിക്കണം. പിന്നെ ഇന്ന് CCTV സർവ്വസാധാരണമാണ്, അല്ല ഇന്ന് മോഡേൺ മാർക്കറ്റിങ്ങിൽ തന്നെ CCTVയുടെ ഒരു പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഓരോ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്നല്ലേ, ശരിയല്ലേ? അപ്പോൾ അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പിന്റെ സ്റ്റോക്ക് ഇരിക്കുന്ന ഭാഗത്ത് ഒരു നല്ല CCTV ഫോക്കസ് ചെയ്ത് വയ്ക്കാൻ സാധിക്കണം. ക്യാഷ് കൗണ്ടറിൻ്റെ ഭാഗത്ത് നല്ല CCTV ഫോക്കസ് ചെയ്യാൻ പറ്റണം. മറ്റേ ഗോഡൗണിൻ്റെ ഭാഗത്ത് CCTV ഫോക്കസ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ അത് വർക്കിംഗ് ആണോ എല്ലാ ദിവസവും എന്ന് പരിശോധിക്കാൻ പറ്റണം. അത് വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് ടെക്നീഷ്യന്മാരെ അറിയിക്കുകയും അത് ക്ലിയർ ഔട്ട് ചെയ്താൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ ഷോപ്പ് പോകുന്നത് എന്ന ഒരു ധാരണ വന്നാൽ പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇഷ്യൂകൾ ഒഴിവാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, നമ്മുടെ റീറ്റെയിൽ ഷോപ്പിൽ ഏതെങ്കിലും സ്റ്റാഫുകൾ അത്തരത്തിൽ മോശമായ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരികയും അവർ ഇഷ്യൂ മനഃപൂർവ്വം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കസ്റ്റമറെ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ഷോപ്പിലേക്ക് അയക്കുകയും ആ സ്റ്റാഫിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്, അവൻ മൾപ്രാക്ടീസ് നടത്തുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നതും നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിൻ്റെ സുരക്ഷിതത്വത്തിന്, സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വളരെ ആവശ്യമായ കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ ശ്രദ്ധ എന്തുമാത്രം നമ്മുടെ ഷോപ്പിലുണ്ട് അത് വളരെ കെയർ ആയിട്ടാണ് പോകുന്നത്, വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ പോകുന്നത്, വളരെ അറ്റൻഷൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്താണ് നമ്മൾ മുന്നോട്ട് റീറ്റെയിലർ പോകുന്നത്. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കി ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും വാങ്ങിച്ചോ അല്ലെങ്കിൽ ലോൺ എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ നമ്മുടെ സ്വന്തം വീട് പണയത്തിന് വെച്ചൊക്കെ ആയിരിക്കാം ഈ കഷ്ടപ്പെട്ട് വളരെ പ്രതീക്ഷയോടെ ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുന്നത്, അല്ലേ? അപ്പം അത് പണം വളരെ വാല്യൂ ഉള്ളതാണ്. അതിൻ്റെ മൂല്യം നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ പൈസ വെറുതെ ആരും കൊണ്ടുപോകാൻ പാടില്ല, അനാവശ്യമായിട്ട് നമ്മളെ പറ്റിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഷോപ്പിലിരിക്കുന്നവർ ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർ ജനിപ്പിക്കുന്ന രീതിയിൽ വേണം റീറ്റെയിലർ മുന്നോട്ട് പോകാൻ. ഓക്കെ, ഈ ചെറിയ എപ്പിസോഡ് ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.